ഇടുക്കി ജില്ലയിലെ സാഹസിക കേന്ദ്രങ്ങളിലെ പരിശോധന ജൂലൈ മാസം മുതൽ ആരംഭിക്കുമെന്ന് ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട് അറിയിച്ചു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത കേന്ദ്രങ്ങൾക്ക് പൂട്ടുവീഴും. പട്ടയ വ്യവസ്ഥകൾ ലംഘിച്ച് നിർമ്മാണ പ്രവർത്തനം നടത്തിയവർക്കെതിരെ നടപടിയുണ്ടാകും. പരിശോധനയ്ക്കായി 7 അംഗ സംഘത്തെ നിയോഗിച്ചതായും കളക്ടർ അറിയിച്ചു. പ്രതികരണമാണ്. ജൂലൈ മാസം തന്നെ ഇതിൽ നടപടികളിലേക്ക് കടക്കും. അത് തീർച്ചയായിട്ടും അത് പരാതി ഇല്ലെങ്കിൽ പോലും അത് നടപടികളിലേക്ക് നമ്മൾ പോകും. അത് പിന്നെ ചില ടൂറിസം പദ്ധതികൾ അനുമതി ഇല്ലാതെയും ഈ പറഞ്ഞ പോലെ അനുമതി ഇല്ലാതെയും അതുപോലെ തന്നെ പട്ടയ വ്യവസ്ഥകൾ ലംഘിച്ചൊക്കെ നിർമ്മാണം നടത്തിയതായിട്ട് അതും വിവരം കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ സാങ്കേതിക സമിതിയുടെയും കൂടെ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം അത്തരം സ്ഥാപനങ്ങൾക്കെതിരെയും നടപടി സ്വീകരിക്കുന്നതാണ്. സുബിൻ തോമസ് ഉണ്ട്. സുബിൻ, ഇടുക്കിയുടെ പ്രശ്നം നമുക്കറിയാവുന്നതാണ്. ഒന്ന്, പല മേഖലകളും പരിസ്ഥിതിലോല പ്രദേശങ്ങളാണ്. അവിടെ നടത്താൻ കഴിയാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ പലയിടത്തും നടത്തപ്പെടുന്നുണ്ട്. അതേപോലെയാണ് കൂണുപോലെ മുളച്ചു പൊങ്ങുന്ന ഇത്തരം സാഹസിക വിനോദ കേന്ദ്രങ്ങളുമുണ്ട്. പലപ്പോഴും മനുഷ്യജീവന് കൃത്യമായ സംരക്ഷണം ഒരുക്കാൻ കഴിയാത്ത വിധത്തിലാണ് അവയുടെ പ്രവർത്തനങ്ങളും. ഈ സാഹചര്യത്തിലാണോ ഇപ്പോൾ ഈ പരിശോധന ആരംഭിക്കാൻ പോകുന്നത്? സുബിൻ. തീർച്ചയായും അത്തരത്തിലാണ്. അതായത് ഈ മൂന്നാർ, അതുപോലെ തന്നെ ആനച്ചാൽ ഉൾപ്പെടെയുള്ള ടൂറിസം കേന്ദ്രങ്ങളിൽ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടുപോലെ മുളയ്ക്കുന്നു എന്നുള്ളൊരു കണ്ടെത്തലാണ് ജില്ലാ ഭരണകൂടത്തിനുള്ളത്. അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സ്കൈ ഡൈനിങ് എന്ന ഒരു സംവിധാനത്തിൽ വിനോദസഞ്ചാരികൾ കൊടുക്കുകയും അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ പരിശോധന നടത്താൻ 7 അംഗ സമിതിയെ നിയോഗിച്ചിരുന്നത്. പക്ഷെ അത് അല്പം വൈകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. തിരുവനന്തപുരത്തെ സാഹസിക വിനോദസഞ്ചാര കേന്ദ്രത്തിലെ അപകടം കൂടി മുൻകൂർ കണ്ടുകൊണ്ടാണ് നിലവിൽ ഈ നടപടികൾ വേഗത്തിലാക്കാൻ ഇടുക്കി ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുള്ളത്. ജൂൺ മാസത്തിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 7 അംഗ വിദഗ്ധ സമിതിയാണ് നിലവിൽ ഈ സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നത്. ജൂൺ മാസത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിന് സമർപ്പിക്കും. ഇത് സർക്കാരിലേക്ക് സമർപ്പിക്കും. ജൂലൈ മാസം മുതൽ നടപടി ആരംഭിക്കാനാണ് നിലവിൽ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുള്ളത്. അതായത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത കേന്ദ്രങ്ങൾ പൂർണ്ണമായും അടച്ചുപൂട്ടാനാണ് ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലയിൽ പട്ടയ വ്യവസ്ഥകൾ ലംഘിച്ചും അതോടൊപ്പം ഈ ഓറഞ്ച് സോണുകളിലും അതുപോലെ തന്നെ റെഡ് സോണുകളിലും ഉൾപ്പെടുന്ന പ്രദേശത്തും വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുകയും അവിടെ ഉണ്ടാക്കിയിട്ടുള്ള സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പൂട്ടുമെന്നുമാണ് നിലവിൽ ഇപ്പോൾ ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. ഈ വിദഗ്ധ സമിതിയുടെ പരിശോധന ഈ അടുത്ത മാസം കൊണ്ട് പൂർത്തിയാകും. അതിനുശേഷമാവും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. എന്തായാലും ഈ നിരവധി വ്യക്തമാണ്. ഇടുക്കിയിൽ കൂടുതൽ പരിശോധനകളും കാര്യങ്ങളും ഒക്കെ പോവുകയാണ്.